ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ടോപ്പിക്കിൽ ഒന്നാണ് സ്ട്രക്ചർ ഓഫ് എർത്ത്. ഇന്റേണൽ ലെയേഴ്സ് ഓഫ് എർത്ത് മൂന്നെണ്ണമാണ്: ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ക്രസ്റ്റ് എന്നാൽ ഭൂവൽക്കം, മാൻറ്റിൽ എന്നാൽ മിഡിൽ ലെയറാണ്, കോർ എന്നാൽ കാമ്പ് അഥവാ ഏറ്റവും അകത്തുള്ള ലെയർ. ക്രസ്റ്റിനെ നമുക്ക് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും തിരിക്കാം. കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് സിമ എന്നും അറിയപ്പെടുന്നു. മാൻറ്റിലിനെ അപ്പർ മാൻറ്റിൽ എന്നും ലോവർ മാൻറ്റിൽ എന്നും കോറിനെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും ഡിവൈഡ് ചെയ്യാം. ഇന്നർ കോർ നിഫെ എന്നും അറിയപ്പെടുന്നു. ഓരോ ലെയേഴ്സിന്റെയും തിക്നെസ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ വരെയാണ്. മാൻറ്റിലിൻ്റെത് 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെയാണ്. കോറിൻ്റെത് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് തിക്നെസ്. ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ലെയേഴ്സ്. ഈ ലെയറുകൾക്കിടയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിസ്കണ്ടിന്യൂറ്റികളാണ് മൊഹോറോവിസിക്കും ഗുട്ടൻബർഗും. അതുപോലെ തന്നെ കോൺറാഡ്, റെപ്പിറ്റി, ലെയ്മാൻ എന്നീ ഡിസ്കണ്ടിന്യൂറ്റികളും ഈ ലെയറുകൾക്കിടയിൽ വരുന്നു. നമുക്ക് ഈ ഡിസ്കണ്ടിന്യൂറ്റികൾ ഒരു കോഡ് ഭാഷയിൽ മനസ്സിലെഴുതാം. ചീഫ് മിനിസ്റ്ററിനെ നമ്മൾ റെപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ചീഫ് മിനിസ്റ്ററിനെ നമ്മൾ റെപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ പുള്ളിക്ക് എന്താണ്, ഗട്ട്സ് വളരെ കൂടുതലുള്ളൊരു മനുഷ്യനാണ്. അപ്പം കോൺറാഡ്, മൊഹോറോവിസിക്, റെപ്പറ്റി, ഗുട്ടൻബർഗ്, ലെയ്മാൻ എന്ന് നമുക്ക് മനസ്സിൽ വെക്കാം. ഈ അപ്പർ ക്രസ്റ്റിനെയും ലോവർ ക്രസ്റ്റിനെയും ഡിവൈഡ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂറ്റിയാണ് കോൺറാഡ് എന്ന് പറയുന്നത്. ക്രസ്റ്റിനെയും മാൻറ്റിലിനെയും മൊഹോറോവിസിക്, അപ്പർ മാൻറ്റിലിനെയും ലോവർ മാൻറ്റിലിനെയും റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി, മാൻറ്റിലിനെയും കോറിനെയും ഗുട്ടൻബർഗ്, ഔട്ടർ കോറിനെയും ഇന്നർ കോറിനെയും ലെയ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്നിവയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ മൊഹോറോവിസിക്കും ഗുട്ടൻബർഗും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റി. ഈ ടോപ്പിക്കിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ടേമുകളാണ് അസ്തനോസ്ഫിയറും ലിത്തോസ്ഫിയറും. ക്രിസ്റ്റിന് മുകൾ ഭാഗം സോളിഡ് സ്റ്റേറ്റിലാണ്, അതുപോലെ മാൻറ്റിലിന് മുകൾ ഭാഗവും സോളിഡ് സ്റ്റേറ്റിലാണ്. ഈ രണ്ട് ഭാഗങ്ങൾ കൂടി ലിത്തോസ്ഫിയർ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അപ്പർ മാൻറ്റിലിന്റെ ഭാഗമായ ലിത്തോസ്ഫിയറിന് താഴെയുള്ള ഒരു സെമി ലിക്വിഡ് പോർഷനാണ് ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. മാഗ്മയുടെ കേന്ദ്രമാണ്. പിന്നെ നമ്മൾ ലെയേഴ്സ് ഓഫ് എർത്ത്, ഇന്റേണൽ ലെയേഴ്സ് കണ്ടുപിടിക്കുന്ന 3 മെത്തേഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്.